ഹലോ ഫ്രണ്ട്സ്, ഗൂട്ടൻ ടാഗ്. ഞാൻ ഫാദർ റോബിൻ. ജർമ്മൻ ബേസിക്സിൻ്റെ ഈ ലെസണിൽ നമ്മൾ പഠിക്കുന്നത് ജർമ്മൻ ഭാഷയിലെ സെൻറ്റൻസുകളുടെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. ഒരു സെൻറ്റൻസ് നമ്മൾ ഫോം ചെയ്യുമ്പോൾ ബേസിക്കായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ ലെസണിൽ നമ്മൾ പഠിച്ച കുറച്ച് ഉദാഹരണങ്ങൾ എടുത്തുകൊണ്ട് നമുക്ക് ആ സെൻറ്റൻസുകളെ അനലൈസ് ചെയ്ത് അതിൻ്റെ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ ഒന്ന് മനസ്സിലാക്കാം. നമ്മൾ സ്വയം പരിചയപ്പെടുത്തുമ്പോൾ പറഞ്ഞ ഒരു സെൻറ്റൻസ് ആണ് ഇഹ് ഹൈസെ റോബിൻ. ഇതിനകത്ത് സബ്ജക്റ്റ് ഏതാണ്? ഇഹ്. നമ്മൾ പറഞ്ഞ ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ് എപ്പോഴും നോമിനേറ്റീവ് കേസിലായിരിക്കും. ഇനി ഇവിടുത്തെ വെർബ് ഹൈസെ. ഹൈസൻ എന്നുള്ള വെർബിൻ്റെ അർത്ഥം ടു ബി കോൾഡ് എന്നാണ്. ഐ ആം കോൾഡ് റോബിൻ എന്നാണ് ഇഹ് ഹൈസെ റോബിൻ എന്ന സെൻറ്റൻസിൻ്റെ വേർഡ് മീനിങ്. അപ്പോൾ മൈ നെയിം ഈസ് റോബിൻ എന്നും ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഇവിടെ വെർബ് എങ്ങനെ കോൺജുഗേറ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ആ സെൻറ്റൻസിലെ സബ്ജക്റ്റാണ്. ഇഹ് എന്നുള്ള പേഴ്സണൽ പ്രൊനോമൻ സബ്ജക്റ്റ് ആയിട്ട് വന്നതുകൊണ്ട് വെർബ് ഇഹ് ഹൈസെ എന്നായിട്ട് കോൺജുഗേറ്റ് ചെയ്തു. അപ്പോൾ ആ വെർബിൻ്റെ പൊസിഷൻ ശ്രദ്ധിക്കുക, സെക്കൻഡ് പൊസിഷനിലാണ്. ആദ്യത്തെ പൊസിഷനിൽ സബ്ജക്റ്റ്, പിന്നെ വെർബ് വന്നിരിക്കുന്നു രണ്ടാമത്തെ പൊസിഷനിൽ. അപ്പോൾ ഇത് ജർമ്മൻ ഭാഷയിലെ ഒരു ബേസിക് റൂളാണ്. സെക്കൻഡ് പൊസിഷനിലായിരിക്കും സെൻറ്റൻസിലെ വെർബ് സാധാരണയായിട്ട് ഉണ്ടായിരിക്കുക. ചില എക്സെപ്ഷൻസ് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ പിന്നീട് സാവകാശം പഠിക്കും. ഇനി നമ്മൾ കഴിഞ്ഞ ലെസണിൽ പറഞ്ഞ മറ്റൊരു സെൻറ്റൻസ് ആണ് ഇഹ് വോനെ ഇൻ കണ്ണൂർ. ഈ സെൻറ്റൻസിലെയും സബ്ജക്റ്റ് വന്നിരിക്കുന്നത് ഇഹ് തന്നെയാണ്. അപ്പോൾ നോമിനേറ്റീവ് കേസിൽ. ഇനി വെർബ് വന്നിരിക്കുന്നത് വോനെ. വോണൻ എന്നുള്ളതാണ് വെർബിൻ്റെ ഇൻഫിനിറ്റീവ് ഫോം. ടു ലീവ് എന്നുള്ള അർത്ഥമാണ്, താമസിക്കുക. ഇവിടെ ശ്രദ്ധിക്കുക, വെർബ് കോൺജുഗേറ്റ് ചെയ്തിരിക്കുന്നത് ഇഹ് എന്നുള്ള സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ആദ്യത്തെ സെൻറ്റൻസിലെ വെർബ് നമ്മൾ പറഞ്ഞു ഇഹ് ഹൈസെ, എൻഡിങ് ഇയിലാണ്. ഇവിടെയും ഇഹ് വോനെ, എൻഡിങ് വന്നിരിക്കുന്നത് ഇ ആണ്. മുൻപ് പറഞ്ഞതുപോലെ സെക്കൻഡ് പൊസിഷനിൽ വെർബ്, അത് ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു ഉദാഹരണം ഇഹ് ബിൻ ലേഡിക്. ഐ ആം സിംഗിൾ എന്നുള്ള അർത്ഥമാണ്. ഇഹ് ബിൻ, ഇവിടെയും ഇഹ് ആണ് സബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്, നോമിനേറ്റീവ് കേസാണ്. ഇനി സെക്കൻഡ് പൊസിഷനിൽ ബിൻ എന്നാണ് വെർബ് കോൺജുഗേറ്റ് ചെയ്തിരിക്കുന്നത്. സൈൻ എന്നുള്ളതാണ് ഇവിടുത്തെ ഇൻഫിനിറ്റീവ് ഫോമിലുള്ള വെർബ്. സൈൻ എന്നുള്ള വെർബിൻ്റെയും ഹാബൻ എന്നുള്ള വെർബിൻ്റെയും കോൺജുഗേഷൻ നമ്മൾ ഇതിനു മുമ്പുള്ള ഒരു ലെസണിൽ പഠിച്ചതാണ്. ഇഹ് എന്നുള്ള സബ്ജക്റ്റാണ് സൈൻ എന്നുള്ള വെർബിനെ കോൺജുഗേറ്റ് ചെയ്ത് ബിൻ എന്നാക്കി മാറ്റിയത്. ഇനി നമുക്ക് ജർമ്മൻ ഭാഷയിലെ വേ ഫ്രാഗൻ ഒന്ന് പരിചയപ്പെടാം. W ഉച്ചരിക്കുന്നത് വേ, വേ ഫ്രാഗൻ. ഇംഗ്ലീഷിൽ നമ്മൾ WH ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നതാണ് വേ ഫ്രാഗൻ. ഇപ്പോൾ WH ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം WHൽ തുടങ്ങുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഹൂ, വേർ, വാട്ട്, വിച്ച്, അതൊക്കെ. ജർമ്മനിൽ ഈ WH ക്വസ്റ്റ്യൻസ് തുടങ്ങുന്നത് വേ എന്നുള്ള ആൽഫബറ്റ് ഉപയോഗിച്ചാണ്. അതുകൊണ്ടാണ് വേ ഫ്രാഗൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് വേർ, വേർ എന്ന് പറഞ്ഞാൽ ഹൂ, ആര്. അല്ലെങ്കിൽ വാസ്, വാസിൻ്റെ അർത്ഥം വാട്ട്. അടുത്തത് വോ, വോ എന്ന് പറഞ്ഞാൽ വേർ, എവിടെ. പിന്നെ അടുത്തത് വോഹേർ, എവിടെ നിന്ന് എന്നുള്ള അർത്ഥമാണ്. നീ എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വോഹേർ. അല്ലെങ്കിൽ വാൻ, വാൻ എന്ന് പറഞ്ഞാൽ എപ്പോൾ, വെൻ എന്നുള്ള അർത്ഥമാണ്. വി ഫീൽ എന്ന് പറഞ്ഞാൽ ഹൗ മച്ച് എന്നുള്ള അർത്ഥമാണ്, എത്ര. ഇനി വി എന്ന് പറഞ്ഞാൽ ഹൗ. ഇതൊക്കെയാണ് വേ ഫ്രാഗൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ. അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പോൾ ഈ ലെസണിൽ നമ്മൾ പഠിക്കുന്നത് ജർമ്മൻ സെൻറ്റൻസുകളുടെ ഒരു ബേസിക് സ്ട്രക്ചർ മാത്രമേ ഉള്ളൂ. ഒരു വേ ഫ്രാഗ് നമുക്ക് നോക്കാം. വി ഹൈസൻ സി. ഈ സെൻറ്റൻസ് നമ്മൾ കഴിഞ്ഞ ലെസണിൽ പഠിച്ചതാണ്. ഹൗ ആർ യു കോൾഡ് എന്നാണ് അർത്ഥം. താങ്കളുടെ പേരെന്താണ്. ഇവിടെ സബ്ജക്റ്റ് ഏതാണ്? സി ആണ് സബ്ജക്റ്റ്, താങ്കൾ എന്നുള്ള അർത്ഥം. സെക്കൻഡ് പേഴ്സൺ ഫോർമലാണ് സി ക്യാപിറ്റൽ. അത് പേഴ്സണൽ പ്രൊനോമൻ പഠിച്ചപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. സി സബ്ജക്റ്റ് ആയതുകൊണ്ട് നോമിനേറ്റീവ് കേസിലാണ്. അപ്പോൾ ഈ സബ്ജക്റ്റിനെ ബേസ് ചെയ്താണ് അതിനു മുമ്പുള്ള വെർബ് നമ്മൾ കോൺജുഗേറ്റ് ചെയ്തിരിക്കുന്നത്. ഹൈസൻ ഇൻഫിനിറ്റീവ് ഫോമിൽ തന്നെ വന്നിരിക്കുന്നു. വി ഹൈസൻ സി. അപ്പോൾ വേ ഫ്രാഗ് ആദ്യം വന്നിരിക്കുന്നു, അതിനുശേഷം സെക്കൻഡ് പൊസിഷനിലാണ് വെർബ് വന്നിരിക്കുന്നത്, നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ. അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് വന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, സെക്കൻഡ് പൊസിഷനിലാണ് വെർബ്. ഇനി മറ്റൊരു ഉദാഹരണം വാസ് മാഹ്റ്റ് ദു. മാഹൻ എന്നുള്ള വെർബിൻ്റെ അർത്ഥം ടു ഡു എന്നാണ്. വാട്ട് ആർ യു ഡൂയിങ് എന്നാണ് സെൻറ്റൻസിൻ്റെ അർത്ഥം, നീ എന്താണ് ചെയ്യുന്നത്. ഇവിടെ സബ്ജക്റ്റ് ഏതാണ്? ദു ആണ് സബ്ജക്റ്റ്. അത് സെക്കൻഡ് പേഴ്സൺ ഇൻഫോർമൽ ആണ്, ദു, നീ എന്നുള്ള അർത്ഥം.
അപ്പോൾ ദു ഇവിടെ സബ്ജക്റ്റ് ആയതുകൊണ്ട് ദുവിനെ ബേസ് ചെയ്താണ് അതിന് മുമ്പുള്ള വെർബ് കോൺജുഗേറ്റ് ചെയ്തിരിക്കുന്നത്. വാസ് മാച്ച്ഡ് ദു, ഇവിടെയും സെക്കൻഡ് പൊസിഷനിൽ തന്നെയാണ് വെർബ്. അപ്പോൾ വേഫ്രാഗൻ നമ്മൾ പറയുമ്പോഴും സെക്കൻഡ് പൊസിഷനിലാണ് വെർബ് വരുന്നത്. വെർബുകളുടെ കോൺജുഗേഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കാം. അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ വേഫ്രാഗൻ ചോദിക്കുമ്പോൾ വേഫ്രാഗയാണ് ആദ്യം വന്നിരിക്കുന്നത്, അതിനുശേഷം സെക്കൻഡ് പൊസിഷനിൽ വെർബ്, അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് ആണ് വന്നിരിക്കുന്നത്. അതാണ് സെൻറ്റൻസിൻ്റെ ഒരു സ്ട്രക്ചർ. ഇനി നമുക്ക് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ നോക്കാം. അതിന് ജർമ്മൻ ഭാഷയിൽ പറയുന്നത് യാ നൈൻ ഫ്രാഗൻ, അതായത് ഒന്നുകിൽ യാ അല്ലെങ്കിൽ നൈൻ, ഈ ഉത്തരങ്ങൾ ലഭിക്കുന്ന ചോദ്യങ്ങളാണ് യാ നൈൻ ഫ്രാഗൻ. നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. ഹാബൻ സി കിൻഡർ. ഹാബൻ എന്നുള്ള വെർബിൻ്റെ അർത്ഥം നമുക്കറിയാം ടു ഹാവ്. കിൻഡർ എന്ന് പറഞ്ഞാൽ ചിൽഡ്രൻ, കുട്ടികൾ. താങ്കൾക്ക് കുട്ടികളുണ്ടോ എന്നാണ് അർത്ഥം. ഡു യു ഹാവ് ചിൽഡ്രൻ. ഇവിടെ സബ്ജക്റ്റ് ഏതാണ്? സി, അതും ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതിയിരിക്കുന്നത്. ഫോർമൽ സി ആണ്, താങ്കൾ എന്നുള്ള അർത്ഥം. സി നോമിനേറ്റീവിൽ. അപ്പം ഈ നോമിനേറ്റീവിനെ ബേസ് ചെയ്താണ് വെർബ് കോൺജുഗേറ്റ് ചെയ്തിരിക്കുന്നത്. ഇൻഫിനിറ്റീവ് ഫോമിൽ തന്നെ വന്നിരിക്കുന്നു ഹാബൻ. ഹാബൻ എന്നുള്ള വെർബിൻ്റെ പൊസിഷൻ എവിടെയാണ്? ഒന്നാമത്തെ പൊസിഷൻ. അപ്പോൾ ശ്രദ്ധിക്കുക, യാ നൈൻ ഫ്രാഗൻ വരുമ്പോൾ വെർബിൻ്റെ പൊസിഷൻ ഒന്നാമതായിരിക്കും. അതാണ് ഒരു എക്സെപ്ഷൻ. നമ്മൾ പറഞ്ഞു നോർമലായിട്ട് ജർമ്മൻ സെൻറ്റൻസിൽ വെർബിൻ്റെ പൊസിഷൻ സെക്കൻഡ് ആയിരിക്കും, രണ്ടാമതായിരിക്കും. പക്ഷേ യാ നൈൻ ഫ്രാഗൻ വരുമ്പോൾ വെർബിൻ്റെ പൊസിഷൻ ഒന്നാമതായിട്ട് മാറും. ഇനി മറ്റൊരു സെൻറ്റൻസ്, സിൻസ് സി ഫെർഹൈരാറ്റഡ്. ആർ യു മാരീഡ്? താങ്കൾ വിവാഹിതനാണോ എന്നാണ് ആ സെൻറ്റൻസിൻ്റെ അർത്ഥം. സിൻസ് സി ഫെർഹൈരാറ്റഡ്. ഇവിടെയും സബ്ജക്റ്റ് സി തന്നെയാണ്, നോമിനേറ്റീവ് കേസിൽ ക്യാപിറ്റൽ താങ്കൾ എന്നുള്ള അർത്ഥം. വെർബിൻ്റെ പൊസിഷൻ യാ നൈൻ ഫ്രാഗൻ ആണ്, അതുകൊണ്ട് ആദ്യം വന്നിരിക്കുന്നു സിന്ത്. സൈൻ എന്നുള്ള വെർബ് സി എന്നുള്ള പേഴ്സണൽ പ്രൊനോമനെ ബേസ് ചെയ്ത് കോൺജുഗേറ്റ് ചെയ്തിരിക്കുന്നു. സിന്ത് സി ഫെർഹൈരാറ്റഡ്. ഇനി അവസാനമായിട്ട് ഒരു സെൻറ്റൻസ് കൂടി നോക്കാം. വോൺസ്റ്റ് ടു ഇൻ കൊച്ചിൻ. ആർ യു ലീവിങ് ഇൻ കൊച്ചിൻ? വോണൻ എന്നുള്ള വെർബിൻ്റെ അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞു ടു ലീവ് അല്ലെങ്കിൽ ടു റിസൈഡ് എന്നാണ്, താമസിക്കുക. നീ കൊച്ചിയിലാണോ താമസിക്കുന്നത്? ഇവിടെ സബ്ജക്റ്റ് ഏതാണ്? ദു ആണ്. അപ്പോൾ ദു വരുമ്പോൾ വെർബ് കോൺജുഗേറ്റ് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു എസ് ടിയിലാണ് അവസാനിക്കുന്നത്. വോൺസ്റ്റ് ടു. യാ നൈൻ ഫ്രാഗൻ ആയതുകൊണ്ട് ആദ്യം തന്നെ വെർബ് വന്നിരിക്കുന്നു, അതിനുശേഷം സബ്ജക്റ്റ്. ഈ ലെസണിൽ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിച്ചത് 4 കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട് സബ്ജക്റ്റ് കോൺജുഗേറ്റ്സ് ദ വെർബ്. സബ്ജക്റ്റ് ആണ് വെർബിനെ കോൺജുഗേറ്റ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ഇഹ് ആണെങ്കിൽ ഇഹിനെ ബേസ് ചെയ്താണ് വെർബ് കോൺജുഗേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫോർമൽ സി ആണെങ്കിൽ അതിനെ ബേസ് ചെയ്ത്, ഇനി ദു ആണ് സബ്ജക്റ്റ് എങ്കിൽ അതിനെ ബേസ് ചെയ്ത്. എപ്പോഴും സബ്ജക്റ്റ് ആണ് വെർബ് കോൺജുഗേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, ഒരു സെൻറ്റൻസിലെ വെർബ് നോർമലി സെക്കൻഡ് പൊസിഷനിലായിരിക്കും. എക്സെപ്ഷൻസ് ഉണ്ട്. ഉദാഹരണം, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ വരുമ്പം യാ നൈൻ ഫ്രാഗൻ വരുമ്പോൾ സെക്കൻഡ് പൊസിഷനിലെ വെർബ് ഫസ്റ്റ് പൊസിഷനിലേക്ക് മാറും. മറ്റ് എക്സെപ്ഷൻസ് നമ്മൾ പിന്നീട് പഠിക്കും. ഇനി മൂന്നാമത്തെ കാര്യം, വേവ് വേർഡ്സ് ഉപയോഗിച്ച് തുടങ്ങുന്ന ക്വസ്റ്റ്യൻസിനെ നമ്മൾ ജർമ്മൻ ഭാഷയിൽ പറയും വേ ഫ്രാഗൻ. ഇംഗ്ലീഷിലെ WH ക്വസ്റ്റ്യൻസ് ആണ്. അത് ഉപയോഗിക്കുമ്പോൾ ആദ്യം വേ ഫ്രാഗെ വരുന്നു, അതിനുശേഷം വെർബ്, അതിനുശേഷമാണ് സബ്ജക്റ്റ് വരുന്നത്. ആ പൊസിഷനും ഓർത്തിരിക്കുക. ഇനി നാലാമത്തെ കാര്യം, യാ അല്ലെങ്കിൽ നൈൻ ഉത്തരമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിനെ നമ്മൾ യാ നൈൻ ഫ്രാഗൻ എന്ന് പറയുന്നു. അപ്പോൾ യാ നൈൻ ഫ്രാഗൻ വരുമ്പോൾ വെർബിൻ്റെ പൊസിഷൻ എവിടെയാണ്? ഒന്നാമതാണ്, അതിനുശേഷമാണ് സബ്ജക്റ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജർമ്മൻ സെൻറ്റൻസുകളുടെ ഒരു ബേസിക് സ്ട്രക്ചർ ഏകദേശം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. മറ്റ് ബേസിക് കാര്യങ്ങൾ നമുക്ക് തുടർന്നുള്ള ലെസണുകളിൽ പഠിക്കാം. നിങ്ങളുടെ പഠനത്തിൽ എല്ലാവിധ ദൈവാനുഗ്രഹവും നേരുന്നു. ഔഫ് വിഡർസേൻ. ചൂസ്.